സ്വാഗതം എല്ലാവർക്കും ഓഡിയോ പേസിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കാറ്റഗറി 3 സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായതല്ലേ. അതിൽ ആദ്യത്തെ ഒരു 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം തന്നെ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു 20 ചോദ്യം കൂടെയാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ടോട്ടലായി കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ. അപ്പോൾ ആ ഒരു സെഷൻ അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാം. ഈ 40 ചോദ്യങ്ങളും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 20 കാണാത്തവരുണ്ടെങ്കിൽ അത് സമയത്തിനനുസരിച്ച് നിങ്ങൾ കണ്ട് പഠിക്കുക. അതിൻ്റെ കൂടെ ബാക്കിയുള്ള 20 കൂടെ എല്ലാവരും നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഇല്ല എങ്കിൽ മറ്റു കാറ്റഗറി 1 ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളത് ലീവ് ചെയ്യുക. ഒക്കെ ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ പ്ലേ ലിസ്റ്റ് പോയി നോക്കുക. ഓക്കെ, പ്ലേ ലിസ്റ്റ് പോയി നോക്കുക. അവിടെ എന്താണ് സൈക്കോളജി ക്ലാസ്, അതുപോലെ KTET സൈക്കോളജി ക്ലാസ്സും ഉണ്ടാവും, KTET സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെറ്റുകൾ സൈക്കോളജിൻ്റെ ഒക്കെ ഒരു 10-30 സെറ്റുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൽ 22 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെ ഉണ്ട്. ബാക്കി പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനോട് തന്നെ മറ്റ് കാറ്റഗറി സോഷ്യൽ, മലയാളം, ഇംഗ്ലീഷ് എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ മാത്സ് ടോപ്പിക് വൈസ് ക്ലാസ്സുകളും കൂടെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയുള്ളവർ ഒന്നും വിചാരിക്കുന്നത് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റനായിട്ട് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കി പോകാം. 20ാമത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേജ് ഇൻ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ ബ്രൂണറുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്കോണിക്, ഫോളിക്, ഇനാക്റ്റീവ്, സിംബോളിക് എന്നുള്ള പറഞ്ഞപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫോളിക് സ്റ്റേജ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ 21ാമത്തെ ചോദ്യം നോക്കിയേ. വെർബൽ കോംപ്രഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, സ്പേസ് റിലേഷൻസ് എക്സെട്ര ആർ റിലേറ്റഡ് ടു എ തിയറി ഓഫ് ഇൻ്റലിജൻസ്. നെയിം ദ തിയറി. എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കിയേ. എന്തോ ഒരു തിയറി, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ തന്നിട്ടുള്ളത്. ഏത് തിയറിയാണെന്നാണ് പറയേണ്ടത്. എന്തൊക്കെയാണ് ഇതാ? വെർബൽ കോംപ്രഹെൻഷൻ, ഓക്കെ, വേർഡ് ഫ്ലുവൻസി, സ്പേസ് റിലേഷൻസ് എക്സെട്ര ആർ റിലേറ്റഡ് ടു എ തിയറി ഓഫ് ഇൻ്റലിജൻസ് അല്ലേ. ഏത് തിയറിയാണ്? നെയിം ദ തിയറി ഓർ വിച്ച് ഈസ് ദാറ്റ് തിയറി. ഓക്കെ, ഏതാണ്? ഗ്രൂപ്പ് ഫാക്ടർ തിയറി, 3 ഫാക്ടർ തിയറി, ഫാക്കൽറ്റി തിയറി ആൻഡ് മൾട്ടി ഫാക്ടർ തിയറി. ഏതാണ് വരും അതിൽ? ഗ്രൂപ്പ് ഫാക്ടർ, 3 ഫാക്ടർ തിയറി, ഫാക്കൽറ്റി തിയറി ആൻഡ് മൾട്ടി ഫാക്ടർ തിയറി അല്ലേ. മൾട്ടി ഫാക്ടർ തിയറി. അപ്പോൾ അതിൽ ആൻസറായിട്ട് ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക അല്ലേ. ഏതാണ്? ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നുള്ളതാണ് അതിൽ കറക്റ്റ് ആൻസർ വരിക. ഏതാണ്? ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഓക്കെ, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അതിൽ വരിക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 22ാമത്തെ ചോദ്യം അല്ലേ. 22nd ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ആരാണ് മോറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു നോക്കിയാൽ. മോറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. മോറൽ ഡെവലപ്മെൻറ്റ് ആരുതാണ് നോക്കാം. പ്രിസ്ക്രൈബ്ഡ് ബൈ കോൾബർഗ്. ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. പ്രിസ്ക്രൈബ്ഡ് ബൈ കോൾബർഗ്. അഡോളസെൻറ്റ് സ്റ്റേജ് കംസ് അണ്ടർ അല്ലേ. എന്താണ്? കോൾബർഗ് ഇനീഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ അഡോളസെൻസ് സ്റ്റേജ് ഏത് സ്റ്റേജിലാണ് വരിക, അല്ലെങ്കിൽ ഏതിൻ്റെ അണ്ടറിലാണ് അഡോളസെൻസ് സ്റ്റേജ് വരുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നോക്കാം. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ട്രാൻസിഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിലേതാണ് വരിക? ഫോർമൽ ഓപ്പറേഷൻ, ട്രാൻസിഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആൻഡ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? ഏതൊക്കെയാണ് വരിക? നമ്മൾ പഠിച്ചത് എന്താണ്? പ്രീ കൺവെൻഷണൽ അല്ലേ, കൺവെൻഷണൽ ലെവൽ, പിന്നെയോ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. അപ്പോൾ ഇതിലേതാണ് വരിക? അഡോളസെൻസ് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫൈനലാണ് അല്ലേ. ഏറ്റവും ഫൈനൽ പറയുമ്പോൾ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ സി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും അല്ലേ. ഏതാണ്? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഓക്കെ, അടുത്തത് 23ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ അഡോളസെൻറ്റ് സ്റ്റേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി അഡോളസെൻറ്റ് സ്റ്റേജ് എന്നാണ് അല്ലേ. നോക്കാം. ഫിയർ, ഡോമിനേറ്റിംഗ് നേച്ചർ, ഗ്രൂപ്പ് ഫോർമേഷൻ ഇൻ ദ പിയർ ഗ്രൂപ്പ് ആൻഡ് ഡിസയർ ഫോർ സോഷ്യൽ റെക്കഗ്നിഷൻ ഇൻ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ അഡോളസെൻസ് സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഏതാണെന്നാണ് അല്ലേ. ഫിയർ, ഡോമിനേറ്റിംഗ് നേച്ചർ, ഗ്രൂപ്പ് ഫോർമേഷൻ ഇൻ ദ പിയർ ഗ്രൂപ്പ്, പിന്നെ ഡിസയർ ഫോർ സോഷ്യൽ റെക്കഗ്നിഷൻ ഇൻ ഗ്രൂപ്പ്. ഇതിൽ അഡോളസെൻസുമായി ബന്ധപ്പെട്ട് പറയാമെങ്കിൽ ഏതാണ് കറക്റ്റായിട്ട് വരും ഇവിടെ? ഓപ്ഷൻ സി ആണ് അല്ലേ. ഗ്രൂപ്പ് ഫോർമേഷൻ ഇൻ ദ പിയർ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഗ്രൂപ്പ് ഫോർമേഷൻ ഇൻ ദി പിയർ ഗ്രൂപ്പ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ. ആസ് പെർ ദ ഫൈൻഡിങ്സ് ഇൻ ആൻ IQ ടെസ്റ്റ് റിസൾട്ട്, which of the following ranges is considered as the mentally retarded group? Okay, as per the findings in an IQ test. Okay, which of the following ranges is considered as the mentally retarded group അല്ലേ. MR ഗ്രൂപ്പ് പറയുന്നത് ഇതിൽ ഏതിൻ്റെ അണ്ടറിലാണ് വരുമെന്നാണ്. നോക്കാം. ഏതൊക്കെയാണ്? ബിലോ 110, ബിലോ 70, ബിലോ 80 ആൻഡ് ബിലോ 90. ഏതാണ് വരിക?
ബിലോ 110, ബിലോ 70, ബിലോ 80 ആൻഡ് ബിലോ 90. അപ്പോൾ ഇതിൽ MR അല്ലേ അല്ലെങ്കിൽ മെൻ്റലി റീട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ ഏതാണ് വരുമെന്നാണ്. ഓപ്ഷൻ സി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഏതാണ്? ഓപ്ഷൻ സി അല്ല, ഏതാണ് വരിക? ബിലോ 70 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബിലോ 70. ഓക്കെ, ബിലോ 70 ആണ് കറക്റ്റ് ആൻസർ വരും. MR ഒക്കെ വരുന്നത് ബിലോ 70 ക്ലിയർ ആണോ? അപ്പോൾ അതാണ് ആൻസർ വരും. അടുത്ത നമ്മൾ 25th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഡോളസെന്റ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അഡോളസെന്റ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്നാണ് അല്ലേ. നോക്കാം. ടോയ് സ്റ്റേജ്, സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ്, ഡൈനാമിക് സ്റ്റേജ് ആൻഡ് നൺ ഓഫ് ദീസ് അല്ലേ. ടോയ് സ്റ്റേജ്, സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ്, ഡൈനാമിക് സ്റ്റേജ് ആൻഡ് നൺ ഓഫ് ദീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അഡോളസെന്റ് സ്റ്റേജ് ഈ 3 ആദ്യത്തെ ABCയിൽ വരുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് അല്ലേ. ഏതാണ് വരിക? നിങ്ങൾക്ക് അറിയുന്നില്ല, നമ്മൾ പഠിച്ചതന്നെയാണ് അല്ലേ. ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ് എന്നാണ് വരിക അല്ലേ. അഡോളസെൻസ് എന്ന് പറയുന്നത് സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ പഠിച്ചത് എന്താണ്? ഇസ് ദ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ലേ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ് എന്നും കൂടെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ആക്ച്വലി അഡോളസെന്റ് സ്റ്റേജ് അല്ലേ, ആ ഒരു അഡോളസെന്റ് സ്റ്റേജിൽ എന്താണ് ഒരു കുട്ടി അവൻ ആ ഒരു ട്രാൻസിഷണൽ പീരീഡ് ആണല്ലേ, പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവൻ കൃത്യമായിട്ട് എന്താണ് ആ ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. അതിൻ്റെ കുട്ടിയാണോ ചോദിച്ചാൽ കുട്ടിയാണ്, ഇനി മുതിർന്നു ചോദിച്ചാൽ മുതിർന്നു അല്ലേ. ആ ഒരു കൺഫ്യൂഷൻ അല്ലേ. അതാണ് നമ്മൾ മറ്റു തിയറി പറയുന്ന റോൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനൊക്കെ കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് അവൻ പ്രായപൂർത്തി ആയോജിച്ചാൽ അതിലേക്ക് പോവുകയാണ് അല്ലെ, ഒരു ട്രാൻസിഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് മെച്യൂരിറ്റി ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. വീട്ടിലെത്തുമ്പോൾ ഒരു പക്ഷേ എന്താണ് അവൻ അവിടെ കുട്ടിയാണ്, പക്ഷേ സ്കൂളിൽ അവൻ്റെ ഒരു ക്ലാസ്സിലെത്തുമ്പോൾ അവിടെ അവൻ മുതിർന്ന ക്ലാസ്സിലെത്തിയ അവിടെ അവൻ എന്താണ് അവിടെ ഒരു ഹീറോയിസം തോന്നും, പക്ഷേ വീട്ടിലെത്തുമ്പോൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അതാണ് റോൾ കൺഫ്യൂഷൻ. അത് എന്താണ് ഏതാണെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞതാണ് മെച്യൂർ ആയിട്ടില്ല അല്ലേ, കംപ്ലീറ്റ്ലി മെച്യൂർഡ് അല്ല. സോ സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ് എന്നാണ് നമ്മൾ പറയും അല്ലേ. കപട എന്നൊക്കെ രീതിയിൽ അങ്ങനെയൊന്നും നോക്കണ്ട. സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ് എന്നാണ് നമ്മൾ അഡോളസെൻസ് പീരീഡിനെ പറയാറ്. അതിൽ നിന്നും ആ ഒരു 18 years ഒക്കെ കഴിയുമ്പോൾ പ്ലസ് എത്തുമ്പോൾ നമ്മൾ എന്ത് പറയും? അഡൾട്ട്ഹുഡായി എന്ന് പറയും അല്ലേ, മെച്യൂർഡായി എന്നൊക്കെ നമ്മൾ പറയാം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആശയം മനസ്സിലാക്കുക, സ്യൂഡോ മെച്യൂരിറ്റി സ്റ്റേജ്. അടുത്തത് 26th ക്വസ്റ്റ്യൻ. എ ടീച്ചർ ഓൾവേസ് സെലക്ട്സ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ് ബൈ കണ്ടക്ടിങ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് വേരിയസ് സെൻസസ് ആർ ടു ബി യൂട്ടിലൈസ്ഡ് അറ്റ് എ ടൈം. വാട്ട് ഈസ് യുവർ അസംഷൻ റിഗാർഡിംഗ് ദ ക്ലാസ്? A teacher always selects learning strategies in a particular class by conducting activities in which various senses are to be utilized at a time. What is your assumption regarding the class? Options നോക്കാം നമുക്ക്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, there are some gifted children in the class. In the last unit test, the result was not good. Teacher is interested to present attractive activities. Option D, there are some children having various types of disabilities. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഏതാണ് ഇവിടെ കറക്റ്റ്? വാട്ട് ഈസ് യുവർ അസംഷൻ റിഗാർഡിംഗ് ദ ക്ലാസ് എന്നാണ് അല്ലേ. ടീച്ചർ എന്താ ചെയ്യുന്നത് നോക്കിയേ. ടീച്ചർ ഓൾവേസ് സെലക്ട്സ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഇൻ എ പെർട്ടിക്കുലർ ക്ലാസ് ബൈ കണ്ടക്ടിങ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് വേരിയസ് സെൻസസ്, എല്ലാ രീതിയിലും അല്ലേ, എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വൈ? ദർ ആർ സം ചിൽഡ്രൻ ഹാവിങ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി. ഓക്കെ, എല്ലാ തരത്തിലും പലതരത്തിലുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ടീച്ചർ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ അല്ലേ. 27th ക്വസ്റ്റ്യൻ. എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ടു എനി ചൈൽഡ് in an intellectually honest way at any stage of development. Who is of this opinion? നമ്മൾ പഠിച്ചാണല്ലേ. എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ടു എനി ചൈൽഡ് ഇൻ ആൻ ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് വേ അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ. വികസനത്തിൻ്റെ ഏത് സ്റ്റേജിലും ഒരു കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അവനെ എന്തും പഠിപ്പിക്കാം എന്ന് പറഞ്ഞത് ആരെന്നാണ്? വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, ചോംസ്കി. വൈഗോസ്കി, പിയാഷെ, ബ്രൂണർ, ചോംസ്കി. ആരാണ് പറഞ്ഞത്? ഒരു സംശയം വേണ്ട, ബ്രൂണറാണ് പറഞ്ഞത് അല്ലേ. ബ്രൂണറാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ മലയാളം പഠിക്കുന്നവർ മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ മലയാളം മീനിങ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. ഇതൊക്കെ ഒരാൾ പറഞ്ഞതാണ്, അതിൽ ചേഞ്ച് വരാനില്ല. അപ്പോൾ വന്നാൽ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. 28th. You are working as a teacher in a high school run by the government with a class charge of standard 9. Okay, you are working as a teacher in a high school run by the government with a class charge of standard 9. Which of the following will be selected in maintaining the discipline in classroom? അല്ലേ, നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ 9th ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്താണ്? നിങ്ങൾ ക്ലാസ്സിൻ്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നതാണ് നോക്കാം നമുക്കല്ലേ. ഓപ്ഷൻസ് നോക്കാമല്ലോ. ഓപ്ഷൻസ് പറയാലോ. നോക്കാം. ഓപ്ഷൻ എ, ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോബ്ലംസ് ആൻഡ് പ്ലേസ് ദം ഫോർ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് PTA മീറ്റിംഗ്. Okay. Conduct the programs according to the need and interest of the pupils. Repeatedly use the saying on the importance of discipline, taking strict disciplinary actions.
അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ എന്താണ് ചെയ്യുക എന്താണ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോബ്ലംസ് ആൻഡ് പ്ലേസ് ദം ഫോർ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് PTA മീറ്റിംഗ്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുക PTA മീറ്റിങ്ങിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അടുത്തത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ടൈപ്പ് നിങ്ങൾക്ക് സംശയം വരുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഓപ്ഷനും നിങ്ങൾ വായിച്ച് നോക്കുക. 4 ഓപ്ഷനും കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് ആ ഓപ്ഷനെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതിന് അനലൈസ് അറിയാലോ, കട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇതാവാൻ സാധ്യതയുണ്ടോ, അല്ലാതെ വായിച്ചോളം കിട്ടുന്നില്ലതുകൊണ്ട് നേരെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോകണം എന്നല്ല. എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിച്ച് ക്ലിയർ ആയിട്ട് ഓപ്ഷൻ കൺഫ്യൂഷൻ ആണെങ്കിൽ ഓരോ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുക. എന്താണ് അത് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് നല്ലതാണോ, അങ്ങനെ ചെയ്യാമോ, അങ്ങനെ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് മാത്രം അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ ഒരു സാധ്യത ഒരു പ്രശ്നമുണ്ടല്ലേ, ക്ലാസ് PTA അവതരിപ്പിക്കാറുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അടുത്തത് കണ്ടക്ട് ദ പ്രോഗ്രാംസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾസ്. കണ്ടക്ട് ദ പ്രോഗ്രാംസ് അക്കോർഡിംഗ് ടു ദി നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾസ്. നമുക്ക് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ അല്ലെങ്കിൽ അവരുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് റിപ്പീറ്റഡ്ലി യൂസ് ദ സെയിങ്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. ക്ലാസ്സിൽ പോയി എല്ലാ സമയത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആവർത്തിച്ച് ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്. നെക്സ്റ്റ് ടേക്കിംഗ് സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻസ്. അങ്ങനെ എടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ ചിന്തിക്കുക, കാര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഡൗട്ടാണല്ലേ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഏത്, കണ്ടക്ട് ദ പ്രോഗ്രാംസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾസ്. ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെല്ലാവരെയും എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇൻ യുവർ ക്ലാസ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു സ്റ്റട്ടേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ സ്റ്റെപ്സ് വിൽ യു ടേക്ക്? ഇൻ യുവർ ക്ലാസ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു സ്റ്റട്ടേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ സ്റ്റെപ്സ് വിൽ യു ടേക്ക് എന്നാണ്. നോക്കാം, ഓപ്ഷൻസ് നോക്കാമല്ലോ. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, ഗിവിംഗ് participation in all oral activities in the class and providing special situations in which his or her confidence is built up. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറേ ഓറലായിട്ടില്ല, അതായത് സംസാരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം. നെക്സ്റ്റ്, ഗിവിങ് മെനി ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓറൽ ഡ്രില്ലിംഗ് സ്പെഷ്യലി ഫോർ ദ സ്റ്റുഡൻറ്റ്. ഗിവിങ് എക്സെപ്ഷൻ ഫ്രം ഓൾ ദ ഓറൽ ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ്. നെക്സ്റ്റ്, ഡയറക്റ്റിംഗ് ഹെർ ഓർ ഹിം ടു അണ്ടർഗോ സ്പീച്ച് തെറാപ്പി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രശ്നം നേരിടുന്ന കുട്ടിക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ സ്റ്റെപ്പ് വിൽ യു ടേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് വരുന്ന ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് വരിക. ഗിവിംഗ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ഓറൽ ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ് ആൻഡ് പ്രൊവൈഡിങ് സ്പെഷ്യൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹിസ് ഓർ ഹെർ കോൺഫിഡൻസ് ഈസ് ബിൽഡപ്പ്. ആ ഒരു കോൺഫിഡൻസിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നം ആ കുട്ടിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മറികടക്കാൻ പറ്റും. ഇത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഒരു സുദീപാത്മീകം എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിലുണ്ടായിരുന്നു, സുദീപാത്മീകം ആ രീതിയിൽ അതിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ്, 13th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്സെപ്റ്റബിൾ റിഗാർഡിംഗ് ദ ഇവാലുവേഷൻ ഇൻ ദ പ്രസൻറ്റ് വിഷൻ ഇൻ എഡ്യൂക്കേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്സെപ്റ്റബിൾ റിഗാർഡിംഗ് ദ ഇവാലുവേഷൻ ഇൻ ദ പ്രസൻറ്റ് വിഷൻ ഇൻ എഡ്യൂക്കേഷൻ? നോക്കാം. It encourages the comprehensive nature of evaluation. It assesses the gathering of knowledge by cramming. It does not encourage the student to attend their class regularly. And option D, it emphasizes on written examinations. Question clear ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? നോക്കാം, ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Which of the following statement is acceptable regarding the evaluation in the present vision in education? അപ്പോൾ ഏതാണ് ഒരു ആൻസർ, ഏതാണ് ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. ഏതാണ് ഒരു ഓപ്ഷൻ എ ആണല്ലേ. ഇറ്റ് എൻകറേജസ് ദ കോംപ്രഹെൻസീവ് നേച്ചർ ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് എൻകറേജസ് ദ കോംപ്രഹെൻസീവ് നേച്ചർ ഓഫ് ഇവാലുവേഷൻ. നേച്ചർ ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31st നോക്കാം. 31st ക്വസ്റ്റ്യൻ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ബിക്കോസ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ബിക്കോസ്. ഓപ്ഷൻസ്, ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രിസ്ക്രൈബ് ഇറ്റ്. Teacher training programs prescribe it. Next, it offers better opportunities to teachers to discipline each learner. Next, children develop at a different rate and learn differently. Option D, learners always learn better in groups. Learners always learn better in groups. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ബിക്കോസ്. എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് ക്ലിയർ ആണോ? Teacher training programs prescribe it. It offers better opportunities to teachers to discipline each learner. Next, to teachers എന്നാണ്. Next, children develop at different rates and learn differently. Option D, learners always learn better in groups. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഇതിൻ്റെ ആവശ്യകത എന്താണ്? എന്തുകൊണ്ടാണ്?
ചിൽഡ്രൻ ഡെവലപ്പ് അറ്റ് ഡിഫറൻറ്റ് റൈറ്റ്സ് ആൻഡ് ലേൺ ഡിഫറൻ്റ്ലി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ്റെ ആവശ്യതയാണ് ചോദിക്കുന്നത് അല്ലേ. അതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറയുക, 32ാമത്തെ ചോദ്യം അല്ലേ, 32nd ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എറേഴ്സ് കമ്മിറ്റഡ് ബൈ ലേണേഴ്സ് ഓഫൻ ഇൻഡിക്കേറ്റ് ഡാഷ്. Errors committed by learners often indicate options: the need for mechanical drilling, absence of learning, socio-economic status of the learners. Option D, how they learn. അല്ലേ, ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് മുന്നേ അല്ലേ, എറേഴ്സ് ആണ്. എറേഴ്സ് കമ്മിറ്റഡ് ബൈ ലേണേഴ്സ് ഓഫൻ ഇൻഡിക്കേറ്റ് ഹൗ ദേ ലേൺ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, ഹൗ ദേ ലേൺ. ദെൻ 33rd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൊമൈൻ ഓഫ് ലേണിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡൊമൈൻ ഓഫ് ലേണിംഗ്. ഓക്കെ, ഓപ്ഷൻസ് professional, experiential, spiritual and effective. Professional, experiential, spiritual and effective. Question, which of the following is a domain of learning? Okay, correct answer option B, experiential. Okay, experiential is the domain of learning. Clear ano? Next 34th question. When a child gets bored while doing a task, it is a sign that. When a child gets bored while doing a task, it is a sign that. അല്ലേ, എന്താണ്, ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ബോറടിക്കുന്നു, കുട്ടിക്ക് ബോറടിച്ചു അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തിൻ്റെ സിമ്പിളാണ്, സിഗ്നലാണെന്നാണ് ചോദ്യം. അങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. ദ ടാസ്ക് മേ ഹാവ് ബിക്കം മെക്കാനിക്കലി റെപ്പിറ്റേറ്റീവ്. ദ ചൈൽഡ് ഈസ് നോട്ട് ഇൻ്റലിജൻറ്റ്. ദ ചൈൽഡ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ലേണിംഗ്. ആൻഡ് ഓപ്ഷൻ ഡി, ദ ചൈൽഡ് നീഡ്സ് ടു ബി ഡിസിപ്ലിൻഡ്. അപ്പോൾ ഇതിൽ ഏതാണ് വരുക ഓപ്ഷൻ? ഏതാണ് ഒരു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ ടാസ്ക് മേ ഹാവ് ബിക്കം മെക്കാനിക്കലി റെപ്പിറ്റേറ്റീവ്. ഓക്കെ, മെക്കാനിക്കലി റെപ്പിറ്റേറ്റീവ്. നെക്സ്റ്റ് 35th ക്വസ്റ്റ്യൻ. Which of the following is the first step in the scientific method of problem solving? Which of the following is the first step in the scientific method of problem solving? Okay, problem solving. Options: collection of relevant information, problem awareness, verification of hypothesis and formation of hypothesis. ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. അധികം നമ്മൾ ഇതിൽ പറയുന്നില്ല ഏതാണ് ഒരു അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്, പ്രോബ്ലം അവയർനെസ് ആണ്. അത് നമുക്കൊരു പ്രോബ്ലം ഫീൽ ചെയ്യണം അല്ലേ. നെക്സ്റ്റ് 36th ക്വസ്റ്റ്യൻ. The teacher never gives answers to questions him or herself. He or she encourages his or her student to suggest answers, have group discussions and adopt collaborative learning. This approach is based on the principles of dash. Okay, question clear ano? The teacher never gives answers to questions him or herself. Okay, he or she encourages his or her students to suggest answers, have group discussions and adopt collaborative learning. This approach is based on the principles of options: setting a good example and being a role model. Option B, readiness to learn. Option C, active participation. Option D, proper organization of instructional materials. Proper organization of instructional materials. Our correct answer is option C. Option C is the right answer, active participation. Okay, active participation. This approach is based on the principle of active participation. Clear ano? 37th question. Which of the following is a teacher related factor affecting learning? Which of the following is a teacher related factor affecting learning? Options: nature of content or structure of textbooks. Option B, availability of teaching learning resources. Option C, proper seating arrangement. And option D, mastery over the subject matter. Mastery over the subject matter. Question: which of the following is a teacher related factor affecting learning? Okay, affecting learning. Then correct answer option D. Option D is the right answer, mastery over the subject matter. Clear? 38th question. School based assessment is primarily based on the principle that. Question: school based assessment is primarily based on the principles that. Options: students should all cost get high grades. Students should at all cost get high grades. Option B, assessment should be very economical. Option C, teachers know their learners' capabilities better than external examiners. Option D, school teachers are more efficient than external bodies of examination. Question: school based assessment is primarily based on the principles that. Our correct answer option C. C is the right answer. School based assessment is primarily based on the principles that teachers know their learners' capabilities better than external examiners. Correct അല്ലേ? നെക്സ്റ്റ് 39th question. എന്താണ്? ലേണേഴ്സ് ഡിസ്പ്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സോ എ ടീച്ചർ ഷുഡ്. ലേണേഴ്സ് ഡിസ്പ്ലേ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സോ എ ടീച്ചർ ഷുഡ്. ഓപ്ഷൻസ്: increase a number of tests.
insist on uniform pace of learning, provide a variety of learning experiences, and option D, enforce strict discipline. Enforce strict discipline. Question, learners display individual differences, so a teacher should, correct answer, option C, teacher should provide a variety of learning experiences. Okay, this is right answer. And 14th question നോക്കാം. In the context of education, socialization means. In the context of education, socialization means. Okay, what do you mean by socialization in the context of education? Options, respecting elders in society. Option B, adopting and adjusting to social environment. Always following social norms. And option D, creating one's own social norms. Question, socialization means. Okay, socialization means in the context of education. Right answer is option B. Option B, adopting and adjusting to social environment. Okay, this is right answer. Option B is the right answer. Adopting and adjusting social environment. Okay, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് അല്ല, ഇന്നിപ്പോൾ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമ്മൾ 40 ചോദ്യങ്ങൾ ഇതിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സമയത്തിനനുസരിച്ച് ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് അപ്പോൾ വിലയിരുത്താൻ പറ്റും. ഓക്കെ, അല്ലാത്തവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ള ഒന്ന് അറിയിക്കുക. ഓക്കെ, അത് നമ്മൾ നോക്കാം. ബാക്കിയുള്ള ദിവസങ്ങൾ, വരുന്ന ദിവസങ്ങൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ സമയത്തിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും പറയാനുള്ളത്, ഇനിയും നിങ്ങൾ ആരെങ്കിലും ടോപ്പിക് വൈസ് ഒന്നും പഠിക്കാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാത്രം കേട്ടിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഈ കറക്കി കുത്തിയാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ട, അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ രക്ഷിക്കട്ടെ. പക്ഷേ അത്രത്തോളം നമുക്കത് സക്സസ് ആവുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? കാരണം ഒരു ലെക്ക് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു. ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കുറച്ച് ലിബറലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഇത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്ന് പറയാം, ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. കാരണം ഇതിൻ്റെ വിജയ ശതമാനം കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് തന്നെ പഠിക്കണം. ക്ലിയർ ആണോ? ടോപ്പിക് വൈസ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സിലബസ് നോക്ക്. സിലബസ് നോക്കിയിട്ട് വ്യക്തമായിട്ട് നോക്കി, സമയം നമ്മളെ മുന്നിലുണ്ട് ഇനിയും. ഓക്കെ, സിലബസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഈ പഠിച്ചതൊക്കെ മതി എന്നിട്ട് ബാക്കിയൊക്കെ പിന്നീട് പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മതി ഇത് വെച്ചിട്ടുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, ബാക്കി മറ്റേ ഭാഗത്ത് സ്കോർ ചെയ്യാമെന്നൊക്കെ തോന്നുവാണെങ്കിൽ അതൊക്കെ നമുക്ക് തോന്നിയാൽ എല്ലാ ടോപ്പിക്കും നമ്മൾ ഓരോ സെഷനിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ ആയിരിക്കും അവിടെയും സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുക്കുക. ഇങ്ങനെയൊന്നും ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് ഒരു പക്ഷേ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തവണ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.